നമ്മുടെ ഈ അക്കരെ 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 സിനിമയിൽ പറയുന്ന പോലെ US പോവാന്നുള്ളത് എല്ലാവരുടെ ഒരു ആഗ്രഹമാണ്. എനിക്കിപ്പോൾ അടുത്ത വർഷം US പോകണമെന്നുണ്ടെങ്കിൽ ഈ വിസ പ്രൊസീജിയേഴ്സ് ഒക്കെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അമേരിക്കയിലേക്ക് ടൂറിസ്റ്റ് അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിനായിട്ട് നൽകുന്ന വിസ 10 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. എങ്കിലും നമുക്ക് അടുത്ത വർഷം യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ വർഷം തന്നെ അപ്ലൈ ചെയ്യണം. എനിക്ക് അടുത്ത വർഷം US പോകാനായിട്ട് ഇപ്പോഴേ വിസ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അത് അടുത്ത വർഷം ചെയ്താൽ പോരെ? അല്ല, നമുക്ക് അടുത്ത വർഷമാണ് യാത്ര ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ഉടനെ തന്നെ ഈ വർഷം തന്നെ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം വിസ കിട്ടാൻ ഒരു വിസ ഓഫീസറായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട്, അമേരിക്കൻ വിസ ഓഫീസറായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ അപ്പോയിന്റ്മെന്റ് ഡേറ്റ് നിലവിൽ കിട്ടുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. അതായത് 1 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വർഷം യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ വർഷം തന്നെ നമ്മൾ അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം, ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഇനിയിപ്പം ഈ വർഷം യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഈ അപ്പോയിന്റ്മെന്റ് പ്രീപോൺ ചെയ്യാൻ പറ്റും. സർ, നമ്മുടെ US വിസ ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ? യെസ്, 3 അപ്ഡേറ്റുകളാണ് ഇപ്പം ഈയിടെയായിട്ട് വന്നിട്ടുള്ളത്. അതായത് ആദ്യങ്ങളിലെ നമുക്ക് ബയോമെട്രിക് ഡേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം തന്നെ നമുക്ക് ഇന്റർവ്യൂ ഡേറ്റും കിട്ടുമായിരുന്നു. അപ്പം ഈ ബയോമെട്രിക് ഉള്ളത് ഹൈദരാബാദ്, മുംബൈ, ചെന്നൈ, കൽക്കട്ട, ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ബയോമെട്രിക് ഡേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഇന്റർവ്യൂ ഡേറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പം മിനിമം 3 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. 3 ദിവസം കഴിഞ്ഞിട്ടേ നമുക്ക് ഇന്റർവ്യൂ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമതായിട്ട്, മുൻപൊക്കെ മൾട്ടിപ്പിൾ ടൈംസ് നമുക്ക് അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒറ്റ തവണ സാധിക്കുമോ? തേർഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, നെക്സ്റ്റ് ഇയറിൽ ഒരു ഇന്റഗ്രിറ്റി ഫീ എന്ന് പറഞ്ഞിട്ട് $250 ഒരു അഡീഷണൽ ഫീ കൂടി വരുന്നുണ്ട്. അപ്പം ഈ വർഷം നമ്മൾ വിസ എടുക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ നിലവിലെ 10 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസ കൊടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിന് മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് അറിയാനും പറ്റില്ല. അപ്പം യാത്ര ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ തന്നെ വിസ സെക്യൂർ ചെയ്യണം നല്ലത്. ഞാനിപ്പോ ഈ US വിസ എടുത്താൽ എനിക്ക് ഇതുകൊണ്ട് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? തീർച്ചയായിട്ടും. ആക്ച്വലി 10 വർഷത്തെ US വിസ എടുത്തു കഴിഞ്ഞാൽ US മാത്രമല്ല മറ്റൊരുപാട് രാജ്യങ്ങളിലേക്കുള്ള യാത്ര സുഗമമാകും. ഏകദേശം 40ഓളം രാജ്യങ്ങളിലേക്ക് ഒന്നുകിൽ വിസ ഓൺ അറൈവൽ ഫെസിലിറ്റി ഉണ്ട്, അതല്ലെങ്കിൽ ഈ വിസ ഫെസിലിറ്റി ഉണ്ട്. എക്സ്ട്രീംലി ഗുഡ്. True. So that's why it's always better to take a US visa. അപ്പോൾ നിങ്ങൾക്ക് അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഒട്ടും വൈകിക്കേണ്ട, എത്ര നേരത്തെ തന്നെ അതിന്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ അമേരിക്കൻ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ എത്രയും വേഗം ഫോർച്യൂൺ ടൂറിസ്റ്റിനെ കോൺടാക്ട് ചെയ്യൂ. വരൂ, ഞങ്ങൾ നിങ്ങളെ ലോകം കാണിക്കാം.